ചിറ്റൂരിൽ അപരന് വോട്ട് ചെയ്തത് LDF പ്രവർത്തകർ തന്നെയെന്ന് നിയുക്ത MLA സുമേഷ് അച്യുതൻ. ചിറ്റൂരിലെ LDFിലെ ഒരു വിഭാഗം പ്രവർത്തകർ ഇടത് സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. UDFിന് വോട്ട് ചെയ്യാൻ മടിച്ച LDF അസംതൃപ്തർ വ്യാപകമായി LDF സ്ഥാനാർത്ഥിയുടെ അപരന് വോട്ട് ചെയ്തു. CPIM ജനതാദൾ പ്രവർത്തകരും അനുഭാവികളും LDF സ്ഥാനാർത്ഥിയുടെ അപരന് വോട്ട് രേഖപ്പെടുത്തിയത് അബദ്ധത്തിലല്ല, മനഃപൂർവ്വമാണ് എന്നും ഇതിനെല്ലാം പിന്നിൽ LDFിലെ ചില നേതാക്കളാണ് എന്നും സുമേഷ് അച്യുതൻ റിപ്പോർട്ടറിനോട്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എങ്ങനെ അത് കുറഞ്ഞ് അത് അപരന് പോയി എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് വോട്ട് ചെയ്യാൻ മടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വളരെ പ്ലാൻ ചെയ്ത്, അതിൽ ഏതൊക്കെ കക്ഷിയാണെന്ന് പറയുന്നില്ല, ഇവരെ രണ്ട് കക്ഷികളുണ്ട്, വളരെ പ്ലാൻ ചെയ്ത കാര്യമാണ്. ആപത്തിൽ വോട്ട് കിട്ടണമെങ്കിൽ വളരെ തുച്ഛമായ വോട്ട്, ഇത്രയും വലിയ വോട്ട് കിട്ടുന്നത് വളരെ പ്ലാൻ ചെയ്തതാണ്. കൃത്യമായി തന്നെ അവർ വോട്ട് ചെയ്ത്, ഇത് അബദ്ധമല്ല, അത് കൃത്യമായി പ്ലാൻ ചെയ്ത് വോട്ട് ചെയ്തതാണ്. LDF നേതാക്കൾക്ക് അറിയാവുന്ന അവരോട് ചോദിച്ചോ, കരുതുന്നുണ്ട്. അതിൽ കരുതാനൊന്നുമില്ല, അത് പകൽ പോലെ വിളിച്ച മറ്റേ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായുണ്ട്. ഇക്ബാൽ, എന്താണ് ഈ പ്രതികരണത്തിന്റെ ഒരു സാഹചര്യം? അദ്ദേഹം പരിഹസിക്കുകയാണോ? മാധു, അതായത് LDFിനെ കഴിഞ്ഞ 2 തവണയും വിജയിപ്പിച്ച മണ്ഡലമാണ് ചിറ്റൂർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വിജയിച്ചാണ് K കൃഷ്ണൻകുട്ടി 2 തവണയും മന്ത്രി ആവുകയും ചെയ്തിട്ടുള്ളത്. ഇത്തവണ ചിറ്റൂരിൽ LDFിന് വേണ്ടി മത്സരിച്ച ISJDയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V മുരുകദാസ് 6510 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതനോട് പരാജയപ്പെടുന്നത്. അവിടെ ചിറ്റൂരിൽ അഡ്വക്കേറ്റ് V മുരുകദാസിന് ഒരു അപരനുണ്ടായിരുന്നു, P മുരുകദാസ്. ഈ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ അധികം വോട്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ അപരനായിട്ടുള്ള ഈ മുരുകദാസ് P നേടിയത്. 6984 വോട്ടുകൾ. LDF അവരുടെ തോൽവിയുടെ കാരണമായി പറയുന്നത് അപരൻ അധികമായി വോട്ട് പിടിച്ചു, പല ആളുകളും അബദ്ധത്തിൽ അപരന് വോട്ട് ചെയ്താണ് LDF ചിറ്റൂരിൽ തോൽക്കാൻ കാരണമെന്നുള്ളതാണ്. പക്ഷേ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ പറയുന്നത് ഈ തോൽവി LDFിനുണ്ടായത് അത് അബദ്ധത്തിൽ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടല്ല, മനഃപൂർവ്വം തന്നെയാണ് LDFിലെ പ്രവർത്തകർ ഈ അപര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. LDFിനോട് വലിയ രീതിയിൽ ചിറ്റൂരിലെ ആളുകൾക്ക് ഒരു അസംതൃപ്തി ഉണ്ടായിരുന്നു. അത് CPMലെ ആളുകൾക്കും അതുപോലെ തന്നെ ജനതാദളിലെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാം UDFിന് വോട്ട് ചെയ്യുന്നതിന് ഒന്ന് മടിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അപരനെ കിട്ടുന്നത്. അവരുടെ ഈ വൈരാഗ്യം അതുപോലെ തന്നെ ഈ അസംതൃപ്തി എല്ലാം ഈ അപരന് വോട്ട് ചെയ്തുകൊണ്ട് തീർക്കുകയായിരുന്നു. മനഃപൂർവ്വം LDFിലെ പ്രവർത്തകർ അപരന് വോട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അപരൻ വഴിക്ക് തോറ്റുപോയി എന്ന രീതിയിലൊരു കഥയാണ് ചിറ്റൂരിൽ LDF ഉണ്ടാക്കുന്നത്. പക്ഷേ ആ തോൽവി LDFിലെ ചില നേതാക്കൾ തന്നെ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ് എന്നും സുമേഷ് അച്യുതൻ ആരോപിക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായി ഈ വിഷയങ്ങളെല്ലാം LDF തന്നെ പരിശോധിച്ചു പോട്ടെ. തങ്ങൾ കൂടുതലൊന്നും ഈ വിഷയത്തിൽ പറയുന്നില്ല. തങ്ങളുടെ വിജയം മറയ്ക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമങ്ങളെല്ലാം നാട്ടുകാർ ജനങ്ങളും വിലയിരുത്തുമെന്ന് തന്നെയാണ് സുമേഷ് അച്യുതൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.